ഇന്നത്തേത് നാട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം അമ്മയുടെ അധ്വാനമാണേ. പുള്ളിക്കാരി ഇപ്പോൾ ഗാർഡനിങ്ങിൽ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്തേക്കുവാണ്. അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ എല്ലാം അപ്രീസിയേഷൻ വാങ്ങിയെടുക്കുന്നുമുണ്ട്. വീട്ടിൽ ഞാൻ വന്നു എന്ന് പറയേണ്ട കാര്യമല്ല. രാവിലെ ഹാളിൽ ലൈറ്റ് കണ്ടാൽ അത് കണ്ട് ഞാൻ നാട്ടിലെത്തി എന്ന് മനസ്സിലാക്കി ഓടി വരുന്ന ഒരാളുണ്ട്, കുഞ്ഞമ്മ. ഷീ ഈസ് റിയലി എ പ്രിഷ്യസ് ജം. ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എന്നെ. പിന്നെ കുറച്ച് തൃശ്ശൂരിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കും. വേറെ ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ ചിലർ അങ്ങനെയാണല്ലേ. അങ്ങനെ രാവിലെ അമ്മ ദോശ വെച്ചു. ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. പണ്ടൊക്കെ അമ്മയുടെ ദോശ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. പുള്ളിക്കാരി പറയുവാണ് സൈഡ് ഫുൾ മുരിങ്ങിട്ട് വേണം മറിച്ചിടാൻ എന്നൊക്കെ. അങ്ങനെ ദോശയും ചിക്കൻ കറിയും കുറച്ച് പ്രോട്ടീൻ എടുത്ത് അമ്മയും കൂട്ടി ടീത്ത് ക്ലീനിങ്ങിന് പോയി. രാവിലെ ഉള്ള അച്ഛൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ് കേട്ടോ ന്യൂസ് പേപ്പർ റീഡിങ്. വർക്കൗട്ടൊന്നും പുള്ളിക്കാരൻ ചെയ്യില്ല എന്നുണ്ടെങ്കിലും GKയുടെ കാര്യത്തിൽ പുള്ളിയെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി നിംസിൽ പോയി. ഇന്നെനിക്ക് വഴി കാണിച്ചു കൊണ്ടുപോകുന്നത് അമ്മയാണ് കേട്ടോ. നിംസ് ഹോസ്പിറ്റലും പഴയതുപോലെ അല്ല, ഒരുപാട് മാറിയിരിക്കുന്നു. കുറെ നാളായി മനസ്സിൽ വിചാരിക്കുവാണ് ടീത്ത് ക്ലീനിങ്ങിന് പോകണമെന്ന്. അമ്മയ്ക്ക് ഏത് കാര്യം ഉണ്ടെങ്കിലും അത് രാവിലെ ചെയ്തു തീർക്കണം, ഇല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു സമാധാനവും കിട്ടില്ല. ടീത്ത് ക്ലീനിങ് ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നവരോട്, ഇറ്റ്സ് ദ പാർട്ട് ഓഫ് അവർ പേഴ്സണൽ ഹൈജീൻ അല്ലേ. നമുക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ അതൊക്കെ ചെയ്യാം. അമ്മയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ഈയിടെയായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ബട്ട് പുള്ളിക്കാരി വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ കാണുന്നുമുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാനൊരു കരിക്കും എടുത്തു, അമ്മ ഒരു കോഫിയും. പുള്ളിക്കാരിക്ക് വാട്ടർ മെലണൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഊരു ചുറ്റാനായി ഇറങ്ങുന്നത്. അങ്ങനെ 1-2 ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് മാമൻ ഒരു ഉഗ്രൻ ഗിഫ്റ്റ് കൊടുത്തേക്കുന്ന കാര്യം അറിയുന്നേ. ആത്തിച്ചക്ക. കുറെ നാളായി കാത്തിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ. മാർക്കറ്റിലുണ്ടെങ്കിലും ഇന്ന് നാടൻ ആത്തിച്ചക്ക കിട്ടാറില്ല. അങ്ങനെ അച്ഛനെ അച്ചാമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഒന്നും മയങ്ങി. ഈവനിങ് ആയപ്പോൾ ആദ്യം പാറവും വന്നു. യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ സന്ദീപിന്റെ വരവ്. പുള്ളിക്കാരൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ ജിമ്മിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തൃശ്ശൂരിൽ വരാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. എല്ലാ വീക്കും നാട്ടിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്ന ഡേ എല്ലാ വിശേഷങ്ങളും പറയാനായി ഇവർ കൂടെ ഉണ്ടാകും. അങ്ങനെ ഡിന്നറിൽ നിന്ന് എന്റെ ഫേവറേറ്റ് ആത്തിച്ചക്കയായിരുന്നു കേട്ടോ കഴിച്ചേ. ചിലർക്ക് ഇഷ്ടാകും, ചിലർക്ക് ക്ലിക്കാകില്ല എന്ന് പറയുന്ന പോലെ. ബട്ട് ദിസ് ഈസ് സോ ടേസ്റ്റി ആൻഡ് ഹെൽത്തി. അപ്പൊ ബാക്കി കഥകൾ എന്താ നാളെ പറയാം അല്ലേ.